10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീട്ടും അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എത്തിയതും ആൾക്കങ്ങോട്ട് ഇറങ്ങിക്കൂടാനേ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അവൻ വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം കൂട്ടിലൊരാളെ കാര്യം പറയണ്ടല്ലോ, ഭയങ്കര ബഹളമപ്പായിരുന്നു കേട്ടോ. എവിടെ ഞാൻ അവനെ കാണട്ടെ കാണട്ടെ എന്നുള്ളൊരു ഭാവം തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞൂസിനുണ്ടായിരുന്നത്. നമ്മൾ വണ്ടിയുടെ ഡോർ അങ്ങോട്ട് തുറന്നതും ലീശ പൊട്ടിച്ചിട്ടാണ് മീട്ടു ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ചാടിപ്പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ലീശ അല്ലാണ്ട് അവൻ അധികം നിർത്താറില്ല, കാരണം നമുക്ക് അവന് വിശ്വാസമില്ല. പക്ഷെ കുറച്ച് നേരം അവൻ അങ്ങോട്ട് ഓടിക്കളിച്ചപ്പോൾ അങ്ങോട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുഞ്ഞൂസിനെ അങ്ങോട്ട് തുറന്നു വിട്ടു കേട്ടോ. കുഞ്ഞൂസ് അടുത്ത് വന്നത് മൊത്തത്തിൽ അങ്ങോട്ട് മണം പിടിക്കുകയായിരുന്നു കേട്ടോ. മണം പിടിച്ച് 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 അവനെവിടെ വയ്യാത്തതെന്ന് മനസ്സിലാക്കി മുറിവും കണ്ടിട്ട് ഒരു സഹതപിക്കലൊക്കെ വളരെ റൗണ്ടിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ സമയം നമ്മളങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് അടുപ്പിച്ചില്ല, കാരണം അവൻ്റെ കാതങ്ങോട്ട് സ്റ്റിച്ചെടുത്തെങ്കിലും ഒരു ചെറിയൊരു മുറിപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ അവനെ അകത്തിടുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ അവനെ നമ്മളെ കസ്റ്റഡിയിൽ വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ശങ്കറിനും ശങ്കരിക്കും കുഞ്ഞൂസിനൊക്കെ കാട്ടിക്കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇവരെന്തെങ്കിലും അടിപിടിയും കളിയൊക്കെ കളിക്കുമ്പോൾ നേരെ ചെവിമിക്കാണ് ചേരുക. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ ആ ഒരു കിച്ചൺ സൈഡിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവനെ സെറ്റാക്കുമ്പോൾ കുഞ്ഞൂസോടെ നോക്കിയിരിക്കുന്നുണ്ട്. കുറച്ച് അധിക സമയം നമ്മൾ കുഞ്ഞൂസിനൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് ആളുകളുടെ കൺസേൺ ആയിരുന്നു, അതുപോലെ തന്നെ രൂക്ഷ വിമർശനമായിരുന്നു. നിങ്ങൾ എന്തിനാണ് അവിടെ അവനെ കൊണ്ടുപോയിട്ടത് എന്നൊക്കെ. ഈ പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പക്ഷേ നിങ്ങളെക്കാൾ ഒരു പടി കൂടുതൽ ഇവൻ്റെ മാനസികാരോഗ്യം അറിയുന്നത് എനിക്കാണ് കേട്ടോ. അവന് വേണ്ടിയിട്ടും അവൻ്റെ ഫാസ്റ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അവനവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഈ കണ്ടീഷനിൽ തന്നെ ഇപ്പോൾ കാതിങ്ങനെ ചൊറിയുമ്പോൾ തന്നെ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് പോകാൻ തന്നെ ചെറിയൊരു പേടിയാണ് കേട്ടോ. ആലും അവനെ സോപ്പിട്ടൊക്കെയാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇവനൊരൊറ്റ ഒരാൾ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതെങ്കിൽ നമ്മൾ അവനെ എവിടെയും കൊണ്ടാക്കാതെ നമ്മൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി 3 ആളെ കൂടെ ഇവനെ നോക്കുമ്പോഴും അതുപോലെ തന്നെ ഇവൻ എന്തെങ്കിലും വയ്യായി ഉണ്ടാകുമ്പോൾ നമ്മളടുത്ത് വല്ലാണ്ട് അടുക്കാത്ത ഒരു സ്വഭാവക്കാരനും ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫാസ്റ്റ് റിക്കവറിക്ക് ഏറ്റവും ബെറ്റർ ഒരു അത്യാവശ്യം നല്ല ട്രെയിനഡ് ആയ ആളുകളുടെ അടുത്ത് നിർത്തുന്നത് തന്നെയാണ് കേട്ടോ. അവിടെ നിർത്തിയോണ്ടാണ് അവൻ ഇത്രയും പെട്ടെന്ന് റിക്കവറി ആയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്താവുമ്പോൾ നമ്മൾ മെഡിസിൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ പറഞ്ഞ ദിവസത്തിനെക്കാട്ടിൽ ഒരു ദിവസം നേരത്തെ അവൻ്റെ സ്റ്റിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ കാത് ചൊറിയണത്, ചൊറിയില്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യം പറയാൻ അവൻ്റെ അടുത്ത് പോകാൻ പേടിയാവുന്നുണ്ട്. പക്ഷെ എന്നാലും അവനെ നമുക്കത് കാണിച്ചിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു വേദനയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വല്ലാണ്ട് ചൊറിച്ചിലുണ്ടെങ്കിൽ കഴുത്തിൽ ആ ഷീറ്റ് ഇട്ട് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ മാക്സിമം അത് ഇട്ട് കൊടുക്കാതെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. എപ്പോഴും ചൊറിയുന്നില്ല, എപ്പോഴെങ്കിലൊക്കെയാണ് ആ തട്ടിക്കുടച്ചിലുള്ളത്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവന് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ച സ്നേഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി കേട്ടോ. പറഞ്ഞാൽ അവനെ കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞൂസും ശങ്കരനൊക്കെ ഞങ്ങളെ കാണുന്ന പോലെ തന്നെ അവനും എത്രയും പെട്ടെന്ന് ഞങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്നുള്ളത്.